നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യം തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതേസമയം കുന്തി ദേവി പരാമർശത്തിന് ശേഷവും ഹണി റോസുമായി സൗഹൃദം തുടർന്നിരുന്നു എന്ന് ബോബി ചെമ്മണ്ണൂർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ശരീരത്തിൽ സ്പർശിച്ചു എന്നത് ശരിയല്ല. ഇന്നലെ രാവിലെ മുതൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇനിയും റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ ജാമ്യം അനുവദിച്ചില്ല. പരാതിക്കാരിയുടേതെല്ലാം വ്യാജ ആരോപണങ്ങളെന്ന വാദമാണ് ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പരാതിക്കാരി. അതുകൊണ്ട് തന്നെ ജ്വാലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നടിയെ കൊണ്ടുവന്നത്. ഉദ്ഘാടന ചടങ്ങിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നുവെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ വാദിച്ചു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു കേസ് പരിഗണിച്ചത്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:45 കോടതിയിൽ ഹാജരാക്കിയത്. ചൊവ്വാഴ്ച വൈകിട്ട് ഹണി റോസ് നൽകിയ പരാതിയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ വയനാട്ടിൽ നിന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് കൊച്ചിയിലെത്തിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് വൈകിട്ട് രേഖപ്പെടുത്തി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. ജാമ്യം അനുവദിക്കണമെന്ന് ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു. ചില പരാമർശങ്ങളുടെ പേരിലാണ് അറസ്റ്റ്. ഇത് വ്യാജ ആരോപണമാണ്. കാരണം ആലക്കോട് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെ അപമാനിച്ചു എന്ന പരാതി തെറ്റാണ്. ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നടി തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വാലറിയുടെ ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയുമാണ് ബോബി ഉപദ്രവം തുടങ്ങിയതെന്നാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഒരു ജിമ്മിന്റെ ഉദ്ഘാടന സമയത്ത് ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ചു. അതിനുശേഷം പല ഇന്റർവ്യൂകളിലും തനിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹണി റോസിന്റെ പരാതി. കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് വിധി കേട്ട ഉടനെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രക്തസമ്മർദ്ദം ഉയർന്ന ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഉത്തരവ് കേട്ട ഉടനെ ബോബി ചെമ്മണ്ണൂർ പ്രതികൂട്ടിൽ തളർന്നിരുന്നു. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു. വൈദ്യപരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ശേഷം കാക്കനാട് ജയിലിലേക്ക് മാറ്റി. രൂക്ഷമായ വാദപ്രതിവാദമായിരുന്നു കോടതിയിൽ നടന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ പരാതിക്കാരിക്കെതിരെ ആരോപണം ഉന്നയിച്ചും ജാമ്യം നൽകണമെന്നുമാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.